അപ്പോൾ സാറ് പറയുന്നത് നേപ്പാൾ ഇൻസിഡൻറ്റിൻ്റെ പുറകിൽ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ട്, ഒരു തൽപരകക്ഷി ഉണ്ടെന്നാണ്. ഇവിടെ ആരാണ് ഈ നേപ്പാൾ വിഷയത്തിൽ ഇത്രയും താല്പര്യമുള്ള എക്സ്റ്റേണൽ പ്ലെയർ? നമ്മൾ എക്സ്റ്റേണൽ പ്ലെയേഴ്സിനെ പറ്റി പറഞ്ഞാൽ 3 മേജർ പ്ലെയേഴ്സിനെ പറ്റി ഞാൻ പറയേണ്ടി വരും. ഒന്ന് നമ്മുടെ ഇന്ത്യ തന്നെയാണ്, 2 USA, 3 ചൈന. ചൈനയുടെ ആംഗിൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചൈനയ്ക്ക് ഡിക്റ്റേറ്റർഷിപ്പുകൾ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് റൂളിനോട് വലിയ താല്പര്യമാണ്. ഓബ്വിയസ്ലി ചൈന ആരെ സപ്പോർട്ട് ചെയ്യും? ഇപ്പോൾ ഭരിക്കുന്ന KP ശർമ്മ ഒലി CPM മാർക്സിസ്റ്റ് ലെനിനിസ്റ്റിലെ ആളെ സപ്പോർട്ട് ചെയ്യും. ഇദ്ദേഹം വളരെയധികം പ്രോ ചൈനയാണ്. ഇദ്ദേഹം ഇന്ത്യക്കെതിരെ ഒത്തിരി സമയം ചർച്ച ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലിപിലേക്കിൻ്റെ ഇഷ്യൂ ആണെങ്കിലും കാലാപാനി ആണെങ്കിലും ഇന്ത്യക്കെതിരെ സംസാരിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ചൈനയുടെ ഇൻട്രസ്റ്റ് KP ശർമ്മ ഒലി അവിടെ ഇരിക്കണമെന്നുള്ളതാണ്. പക്ഷേ നമ്മൾ ഈ ഇടയ്ക്ക് നടന്ന ചില സംഭവവികാസങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ US-ൻ്റെ ട്രേഡ് വാറും RICയുടെ ഫോർമേഷൻ അല്ലെങ്കിൽ അതിൻ്റെ റിവൈവൽ, അതായത് റഷ്യ, ഇന്ത്യ, ചൈന, അപ്പോൾ ഇന്ത്യയും ചൈനയും കൂടെ പിന്നെയും അടുക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഈ ഇടയ്ക്ക് ലിപു ലേക്ക് പാസിൻ്റെ സൈഡിൽ കൂടെ ട്രാവൽ പെർമിറ്റ് ചെയ്തതുകൊണ്ട് ഒരു മൂവ്മെൻ്റ് ഉണ്ടായിരുന്നു ഇന്ത്യയും ചൈനയും. ഇതിനെ KP ശർമ്മ ഒലി എതിർത്തു. അപ്പോൾ ഇങ്ങനെ അൾട്രാ നാഷണലിസ്റ്റ് ആയുള്ള ആൾ ചിലപ്പോൾ ഇന്ത്യ ചൈന അപ്രോച്ച്മെൻറ്റിന് ഒരു തടസ്സമാവുമെന്ന് ചൈന ചിന്തിച്ചേക്കാം. പക്ഷേ ഇതൊരു മൈനർ ആംഗിളാണ്. സെക്കൻഡറി ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ USA-യുടെ ഇടപെടലാണ്. നിങ്ങൾക്കറിയാം, മുഹമ്മദ് യൂനുസ് വളരെയധികം US പ്രോ ആയ US-ഉമായിട്ട് ചേർന്നിരിക്കുന്ന വ്യക്തിയാണ്. ഒബാമയുടെ അടുത്ത ആളായിരുന്നു. സിമിലറായിട്ട് ചൈനയുടെ സപ്പോർട്ടറായ ഒലിയെ മാറ്റി USA-യുടെ ഒരു പപ്പൻ ഗവൺമെൻറ്റിനെ അവിടെ നിയമിക്കാൻ US-ന് താല്പര്യമുണ്ട്. ഇപ്പം നമ്മൾ അടുത്ത നേപ്പാളീസ് പ്രൈം മിനിസ്റ്റർ കാൻഡിഡേറ്റ്ഷിപ്പിൽ കാണുന്ന ഒരാൾ ബലേൻ ഷായാണ്, കാത്മണ്ഡുവിലെ മേയറാണ്. ഇദ്ദേഹത്തെ ഫോർഡ് ഫൗണ്ടേഷനും സൊറോസിൻ്റെ ഫൗണ്ടേഷനും ഡെവലപ്പ് ചെയ്യുന്നതാണെന്ന് പറയുന്ന ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ചിലപ്പോൾ അത് സത്യമാവാം. കാരണം USA-ക്ക് എപ്പോഴും എന്ത് വേണം? ചൈനയെ ചുറ്റിപ്പറ്റി സ്വന്തം അലൈസിനെ പ്ലേസ് ചെയ്യാൻ താല്പര്യമുണ്ട്. ഇപ്പോൾ ബംഗ്ലാദേശും നേപ്പാളും ഒക്കെ US-ൻ്റെ കൺട്രോളിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ചൈനയ്ക്കൊരു കൗണ്ടർ വേ ആവും. അപ്പോൾ US-ന് അങ്ങനെ ഒരു ഐഡിയ ഉണ്ട്. പിന്നെ ഓബ്വിയസ്ലി ഇന്ത്യക്കും KP ശർമ്മ ഒലിയെ വലിയ താല്പര്യമില്ല. നമുക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം അവിടെ മൊണാർക്കി തിരിച്ചു വരുന്നതായിരിക്കും. ഡെമോക്രാറ്റിക് രാജ്യമായതുകൊണ്ട് നമുക്കങ്ങനെ പറയാൻ പറ്റില്ലെങ്കിലും റിയാലിറ്റിയിൽ ദ മൊണാർക്ക് ജ്ഞാനേന്ദ്ര ഈസ് വെരി ക്ലോസ് ടു ഇന്ത്യ. അപ്പോൾ ഇങ്ങനെയുള്ള പല ശക്തികളുടെ മൂവ്മെൻ്റ് ഉണ്ടാവും. ചൈന ഇതിൻ്റെ പുറകിലുണ്ടോ അതോ ചൈന സൈലൻറ്റ് വ്യൂവർ ആണോ നമുക്കറിയില്ല. US-ൻ്റെ ഹാൻഡ് എൻ്റെ പേഴ്സണൽ റീഡിങ്ങിൽ എനിക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്.